ഈ ബ്രഹ്മാണ്ടത്തിൽ ജീവിതം മാറ്റിമറിച്ച ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഇൻ അവർ യൂണിവേഴ്സ് ദ ഓൺലി പേഴ്സൺ ഹൂ ഹാസ് ചേഞ്ച്ഡ് ദ ലൈഫ് ഓഫ് അതേഴ്സ് ഈസ് ജീസസ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നീതിപാതയിൽ നടന്നുകൊണ്ട് പലരുടെയും ജീവിതം മാറ്റിമറിച്ചു. അതിൽ രാജാക്കന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, വിദ്വാൻമാരുണ്ട്, വ്യാപാരികളുണ്ട്, ധനികന്മാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, അക്ഷരാഭ്യാസമില്ലാത്തവരുണ്ട്, മുക്കുവന്മാരുണ്ട്. അങ്ങനെ എല്ലാ തുറയിലുമുള്ള ആൾക്കാരുണ്ട്. യേശു കർത്താവ് പറയുന്നു, ആർ എന്നിൽ കുറ്റം ചുമത്തും. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ തിരിച്ചറിയും എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. തുടർന്നും നോക്കാം. ദൈവത്തിൻ്റെ നമ്മെപ്പറ്റിയുള്ള 10 ഇഷ്ടങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ ശുദ്ധീകരണം, വ്യഭിചാരത്തിൽ നിന്ന് വിട്ടൊഴിയുക. രണ്ടാമത്തേത്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക. മൂന്നാമത്, ഉൾക്കരുത്തില്ലാത്തവർക്ക് ധൈര്യം കൊടുക്കുക. നാലാമത്തേത്, ബലഹീനരെ താങ്ങുക. അഞ്ചാമത്തേത്, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക. ആറാമത്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക. ഏഴാമത്തേത്, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. എട്ടാമത്തേത്, എപ്പോഴും സന്തോഷിപ്പീൻ. 9, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 10, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഒന്നാമത്തെ ഇഷ്ടത്തെപ്പറ്റി മുൻപ് വിശദീകരിച്ചുകൊണ്ട് ആ ഭാഗം വിടുന്നു. രണ്ടാമത്തേതിലേക്ക് വരാം. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. ലോകത്തിലേക്കും കഠിനമേറിയ ഒരു കാര്യമാണ് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക എന്നത്. ടു ലീഡ് അതേഴ്സ് ഇൻ ദി റൈറ്റ് വേ. ഇതിനൊരു ഉദാഹരണം പറയണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണം പറയാം എന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു നല്ല പാസ്റ്റർ. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്, നല്ല ബന്ധമാണ്. അദ്ദേഹം എന്നെ ബുദ്ധി ഉപദേശിക്കാൻ വന്നാൽ സംഗതി ആകെ വഷളാകും. അല്പനേരത്തേക്ക് സങ്കല്പിക്കുക, അദ്ദേഹം എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം അത് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേന്. ഇത് കേൾക്കുന്ന മാത്രയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഈഗോ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. എൻ്റെ മനസ്സിൽ അഹങ്കാരത്തിൽ നിന്നും ഉടലെടുത്ത അനേക കാര്യങ്ങൾ ഉറഞ്ഞുകൂടും. പുറത്ത് പറഞ്ഞില്ലെങ്കിലും മനസ്സിലോർക്കും. ഞാൻ കഴിഞ്ഞ 30 വർഷങ്ങളായി ബീഹാർ, ബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടാതെ നേപ്പാളിലും ഉടനീളം നടന്ന് 12,000-ൽ പരം ഫിലിം ഷോകളും 3,000-ൽ പരം ക്രൂസൈഡുകളും നടത്തി അവിടെയെല്ലാം സ്റ്റേജിൽ പ്രസംഗിച്ചത് കൂടാതെ ചർച്ചുകളിലും കൺവെൻഷനുകളിലും ഒക്കെയും പ്രസംഗിച്ചു. അങ്ങനെയുള്ള എന്നെ പ്രസംഗം പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ഇയാൾ ആര്? ഇത് പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. പിന്നീട് അദ്ദേഹത്തോടുള്ള എൻ്റെ സമീപനത്തിന് വിള്ളലുണ്ടാകും. പിന്നെ മിണ്ടാൻ വൈമനസ്യം കാണിക്കും, സ്നേഹം കുറയും, അകൽച്ച കൂടിക്കൂടി വരും. ഇത് സാധാരണയായി കാണുന്ന കാര്യം എൻ്റേതാക്കി
പറഞ്ഞതാണെന്നുള്ളതേ ഉള്ളൂ. കാരണം മറ്റുള്ളവർ പറഞ്ഞാൽ അവർ വന്ന് എന്നെ തല്ലിയെങ്കിലോ, സ്വന്തം പേര് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എന്നാൽ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എല്ലാ ദൈവദാസന്മാരെയും എന്നെക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ പോലും അവരെ ഞാൻ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, മറ്റുള്ളവരെ തിരുത്തുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. ഇത് ഞാനും എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ദൈവദാസന്മാരും കഴിഞ്ഞ 2025 വർഷങ്ങളായി ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. കുറച്ച് പേര് ആ ഉപദേശം കൈക്കൊള്ളുന്നു, കുറച്ച് പേര് അത് വിട്ടുകളയുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിൽ 2/3 ഭാഗം ക്രിസ്ത്യാനികളുള്ളത്. ഈ ലോകത്തിൽ ഇങ്ങനെ ബുദ്ധി ഉപദേശിച്ച് വിജയിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, കേവലം യേശു മാത്രമാണ് നീതിമാൻ. ക്രമം കെട്ടവരെ ഉപദേശിപ്പിൻ. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമേറിയ കാര്യവും. നാം മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ അത് മറിച്ചാണെങ്കിലോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ഉദാഹരണം കൂടി പറയാം. എൻ്റെ മകൻ മെട്രിക്കിന് പഠിക്കുന്ന സമയം, ഫൈനൽ എക്സാം വളരെ അടുത്തിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ഒരു പഴയ സുഹൃത്ത് വീട്ടിൽ വന്നു. അദ്ദേഹം വന്ന സമയത്ത് എൻ്റെ മകൻ ടി വിയിൽ അന്ന് T20 മാച്ചിൻ്റെ ഫൈനൽ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ മകൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ലായിരുന്നു. ഇത് കണ്ടിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, മകൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, മെട്രിക്. ഇത് കേട്ടതും എൻ്റെ സുഹൃത്ത് എൻ്റെ മകൻ്റെ നേരെ തിരിഞ്ഞ് ഉച്ചത്തിൽ തന്നെ ശകാരിക്കാൻ തുടങ്ങി. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നിൻ്റെ ഫൈനൽ പരീക്ഷ അടുത്തില്ലേ? TV കണ്ടുകൊണ്ടിരുന്നാൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമോ? 90% മുകളിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നല്ല കോളേജിലൊന്നും അഡ്മിഷൻ ലഭിക്കില്ല എന്ന് നിനക്കറിയത്തില്ലേ? അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും അവനോട് പറഞ്ഞു. ഇത് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവല്ലേ? ഇത്രയും കേട്ടപ്പോഴേക്കും എൻ്റെ മകൻ TV ഓഫ് ചെയ്ത് ശേഷം അവിടെ നിന്ന് റൂമിലേക്ക് പോയി. അതിനുശേഷം സുഹൃത്ത് എൻ്റെ നേരെ തിരിഞ്ഞു, നിങ്ങൾ മക്കൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തുവാണോ? അവരുടെ ഭാവിയെപ്പറ്റി നിനക്ക് ചിന്തയില്ലേ? ഈ സമയത്ത് TV ഒന്നും കാണാൻ അനുവദിക്കാൻ പാടില്ല. കൂട്ടുകാരോട് കൂടെ കളിക്കാൻ വിടരുത്. നീ ഒരു കാര്യം ചെയ്യുക, TVയുടെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്യുക. അങ്ങനെ തുടങ്ങി പലതും അദ്ദേഹം പറഞ്ഞു. ഞാനെല്ലാം കേട്ടിരുന്നു. എല്ലാം ശാന്തമായപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഊണ് കഴിഞ്ഞ് എൻ്റെ സ്നേഹിതൻ തിരികെ പോയി. അല്പം കഴിഞ്ഞ ശേഷം എൻ്റെ മകൻ അടുത്ത് വന്ന് ചോദിച്ചു, ഈ അങ്കിളിൻ്റെ ജോലി എന്തുവാ? ഞാൻ പറഞ്ഞു, ഒരു കടയിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുകയാണ്. അങ്കിളുടെ മക്കൾ എന്ത് പഠിക്കുക? ഞാൻ പറഞ്ഞു, മൂത്ത മകൻ അധികമൊന്നും പഠിച്ചില്ല, ഒരു മോട്ടോർ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് കേട്ടതും എൻ്റെ മകൻ അവൻ്റെ റിയാക്ഷൻ പറഞ്ഞത് ഇതാണ്, ഞാൻ വിചാരിച്ചു അങ്കിളിന് വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളായിരിക്കുമെന്ന്. അങ്കിളിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും അങ്കിൾ IAS-കാരനാണെന്ന്. കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ പൊരുൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം മറ്റുള്ളവരെ നേർവഴിക്ക് നടത്താൻ പോകുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. നാം ആദ്യം നന്നാകുക, അതിന് ശേഷം മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുക. ഇൻ അവർ യൂണിവേഴ്സ്, the only one person who has changed the life of others
ഈസ് ജീസസ്. ഈ ബ്രഹ്മാണ്ടത്തിൽ മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരേ ഒരു വ്യക്തി, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നീതിപാതയിൽ നടന്നുകൊണ്ട് പലരുടെയും ജീവിതം മാറ്റിമറിച്ചു. അതിൽ രാജാക്കന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, വിദ്വാൻമാരുണ്ട്, വ്യാപാരികളുണ്ട്, ധനികന്മാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, അക്ഷരാഭ്യാസമില്ലാത്തവരുണ്ട്, മുക്കുവന്മാരുണ്ട്. അങ്ങനെ എല്ലാ തുറകളിലുമുള്ള ആൾക്കാരുടെ ജീവിതം യേശുക്രിസ്തു മാറ്റിമറിച്ചു. നിങ്ങൾ വെറുതെ കയറിച്ചെന്ന് ആരെങ്കിലും നന്നാക്കാൻ ശ്രമിച്ചാൽ അവർ നിങ്ങളെ കൈകാര്യം ചെയ്ത് നന്നാക്കി വിടും. അതിന് പോകരുത്. മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. മൂന്നാമത്തേത്, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ബൈബിൾ ഒരു ഗൈഡ് ബുക്കാണെന്ന്. ഒരു വ്യക്തി ആ ഗൈഡ് ബുക്ക് അനുസരിച്ച് നടന്നില്ല എങ്കിൽ ആ വ്യക്തി വ്യവസ്ഥ അനുസരിച്ച് ഉൾക്കരുത്തില്ലാത്തവനാണ്, ധൈര്യമില്ലാത്തവനാണ്. അങ്ങനെയുള്ളവരെ ബൈബിളിലെ വചനങ്ങൾ പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, പ്രോത്സാഹിപ്പിക്കണം. ഹല്ലേലൂയ. നാലാമത്തെ പോയിൻ്റ്, ബലഹീനരെ താങ്ങുവിൻ. ഒരിടത്ത് ഒരു കൺവെൻഷനോ മീറ്റിങ്ങോ നടക്കുന്നു എന്നിരിക്കട്ടെ. അവിടെ വിശ്വാസികൾ മാത്രമല്ല മറ്റ് ജാതിക്കാരും വരും. അവിടെ പ്രസംഗിക്കുന്ന ആൾ സ്വാഭാവികമായും ബൈബിളിലെ വചനങ്ങൾ ഉദ്ധരിച്ചായിരിക്കും പ്രസംഗിക്കുക. അത് അന്യജാതിക്കാർക്കും പുതുതായി കടന്നു വരുന്നവർക്കും മനസ്സിലാകണമെന്നില്ല. അതിനാൽ തന്നെ അവർക്ക് അത് അരോചകമായി തോന്നിയേക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വചനം അറിയാവുന്ന വിശ്വാസികളായ നിങ്ങളുടെ സാക്ഷ്യം മുഖാന്തരം അവരെ താങ്ങണം എന്ന് ചുരുക്കം. അഞ്ചാമത്തെ പോയിൻ്റ്, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. നിങ്ങളുടെ ഇരു കൈകളും കൈപ്പത്തികളും നിങ്ങളുടെ മുഖത്തിന് നേരെ പിടിക്കുക. എന്നിട്ട് ശ്രദ്ധിച്ചാൽ 5 വിരൽ ഒരു ഭാഗത്തേക്കും മറുകൈയിലെ 5 വിരൽ മറുഭാഗത്തേക്കും ആയിരിക്കും ഇരിക്കുക. 5 വിരൽ ഒന്നിനോടൊന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കും. രണ്ടും കൈ ചേർത്ത് പിടിക്കുമ്പോൾ രണ്ടാമത്തെ കൈയുടെ വിരലുകൾ എതിർദിശയിലായിരിക്കും. ഇതുപോലെ തന്നെയാണ് നാം ആയിരിക്കുന്ന സമൂഹവും. ആകാരത്തിൽ, നിറത്തിൽ, പൊക്കത്തിൽ, സ്വഭാവത്തിൽ, വ്യവഹാരത്തിൽ, സ്നേഹത്തിൽ, വിദ്യാഭ്യാസത്തിൽ, അങ്ങനെ എല്ലാ കാര്യത്തിലും ഭിന്നത ഉണ്ടായിരിക്കും. ഇങ്ങനെ ഭിന്നതയുള്ള സമൂഹത്തെ ഒരു ഗ്രൂപ്പിൽ ഒന്നിപ്പിക്കണമെങ്കിൽ ദീർഘക്ഷമ വളരെ ആവശ്യമാണ്. ഈ സമൂഹത്തെ ഒന്നിപ്പിക്കണമെങ്കിൽ അത് ഒരു വിശ്വാസിക്ക് കഴിയും. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.